വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തട്ടിപ്പ് കേസിൽ മുൻ മാനേജർ പിടിയിൽ. മുഖ്യപ്രതിയും മേട്ടുപ്പാളയം സ്വദേശിയുമായ മാതാ ജയകുമാറിനെ തെലങ്കാനയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. വിശദാംശങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, ഏറെ വിവാദമായ വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ മുൻ മാനേജർ പിടിയിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഈ മതാ ജയകുമാറിനെ പിടികൂടിയിരിക്കുന്നത് തെലങ്കാനയിൽ വെച്ചാണ്. മതാ ജയകുമാർ ഇവിടെ നിന്നും വിട്ടതിന് ശേഷം ഈ ഒരു കേസ് എടുക്കുമെന്ന് അറിഞ്ഞതിന് ശേഷം മതാ ജയകുമാർ ഒളിവിൽ പോവുകയായിരുന്നു. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശിയാണ് ഇയാൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ മാനേജർ കൂടിയായിരുന്നു. അങ്ങനെ മാനേജറായിരിക്കുന്ന കാലയളവിലാണ് 26 പവൻ സ്വർണം ഇയാൾ തട്ടിപ്പിലൂടെ തട്ടിയെടുത്തത്. അതായത് പണയമായി വെച്ച സ്വർണം അത് മാറ്റി പകരം മുക്കുപണ്ടം ആണ് ഇയാൾ അവിടെ പകരം മുക്കുപണ്ടം വെച്ചുകൊണ്ട് ഇത് തട്ടിയെടുക്കുകയായിരുന്നു. 26 പവൻ, ഏകദേശം 17 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്ന് ഈ പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്വർണം തട്ടിയെടുത്തത് തുടർച്ചയായി തന്നെ ഇയാൾ സ്വർണം തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സ്ഥലം മാറ്റം കാരണം പുതിയ മാനേജർ വന്നപ്പോഴാണ് അവിടെ അപ്രൈസൽ പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പരിശോധന നടത്തിയ സാഹചര്യത്തിലാണ് ഈ ഭീമമായൊരു തട്ടിപ്പ് ഇവിടെ നടന്നതായി വ്യക്തമാകുന്നത്. അങ്ങനെ ആ തട്ടിപ്പ് നടന്നതായി വ്യക്തമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ മാനേജർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയ വേളയിൽ തന്നെ ഈ മതാ ജയകുമാർ ഒളിവിൽ പോയിരുന്നു. കഴിഞ്ഞ ദിവസം മതാ ജയകുമാറിൻ്റെതായ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് സോണൽ മാനേജറായിട്ടുള്ള അരുണിൻ്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇതെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മാനേജർക്കും നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ടീം, അതായത് ഈ സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട ടീമുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഈ സോണൽ മാനേജർ അരുണിൻ്റെ ഒത്താശയോടുകൂടിയാണ് താൻ ചെയ്തത് എന്ന് മതാ ജയകുമാർ ഒളിവിൽ കഴിയുന്നതിനിടെ വീഡിയോ സന്ദേശം പുറത്തിറക്കിയിരുന്നു. ആ വീഡിയോ സന്ദേശം കൂടി ഇപ്പോൾ ഈ മതാ ജയകുമാറിലേക്ക് എത്താനുള്ള ഒരു നിർണായകമായ ഒരു തെളിവായി മാറുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വടകര പോലീസ് രാജ്യവ്യാപകമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മതാ ജയകുമാർ ഒളിവിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ട വിവരം നൽകിയിരുന്നു. റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചും ഈ ഒരു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിനിടെയാണ് മതാ ജയകുമാർ ഇപ്പോൾ തെലങ്കാനയിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. എന്തായാലും മതാ ജയകുമാറിനെ പരിശോധനകൾക്ക് ശേഷം നാളെയായിരിക്കും വടകരയിൽ എത്തിക്കുക എന്നാണ് അറിയുന്നത്. വൃന്ദ.